നവംബർ 30 യേശുവിന്റെ ശിഷ്യന്മാരുടെ സമൂഹത്തിൽ സ്ഥാനം കൊണ്ട് രണ്ടാമനായ വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാളാണ് സാർവത്രിക സഭ ഇന്ന് ആഘോഷിക്കുന്നത്. അന്ത്രയോസിന്റെ പിതാവായ യോനാസ് നാട്ടിലെ ഒരു പ്രമാണി ആയിരുന്നിരിക്കണം. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരിക്കണം. നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ടവനാകണം. അദ്ദേഹത്തിന്റെ 2 ആൺമക്കള് ആണ് അന്ത്രയോസും ശെമയോനും. കുടുംബപരമായിട്ട് മത്സ്യബന്ധനമാണ് അവരുടെ തൊഴില്. സ്വന്തമായിട്ടൊരു ബോട്ടും വലയും മറ്റു ചുറ്റുപാടുകളും ഒക്കെ ഉള്ള നാട്ടിലെ ഭേദപ്പെട്ട ഒരു കുടുംബമാണ് യോനാസിന്റേത്. ഒരു ദിവസം അപ്പനോടൊത്ത് 2 ആൺമക്കളും മത്സ്യബന്ധനം കഴിഞ്ഞ് ആ ബോട്ടിൽ അല്ലറ ചില്ലറ പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ യേശു ഗാലിലി കടൽ തീരത്തിൽ കൂടെ നടക്കാനിടവരുന്നു. ഇവരുടെ വീടും ഗാലിലി തടാകത്തിന്റെ അടുത്ത് തന്നെയുള്ള ബേത്സൈദയിലാണ്. അങ്ങനെ ബോട്ടിലെ പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് യേശു അതിലെ കൂടെ കടന്നു പോകാൻ ഇടവരുന്നത്. യേശു ഇവരെ നിരീക്ഷിച്ചു കാണും. 2 മക്കളെയും യേശുവിനെ വളരെ മതിപ്പും ഇഷ്ടവുമായി കാണണം. യേശു അതിനു മുമ്പേ ഒരു പക്ഷേ ഉന്നം വെച്ച് കാണണം ഇവരെ 2 പേരെയും. അവിടെ നിന്നു ഇവരോടായിട്ട് യേശു പറയുന്നു, നിങ്ങളിപ്പോൾ മീൻ പിടിക്കുന്നവരല്ലേ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, എന്നെ അനുഗമിക്കുവിൻ. ഈ ഒരു ക്ഷണം യേശുവിന്റെ ഭാഗത്തു നിന്നുള്ളത് അവരുടെ ജീവിതത്തെ തന്നെ സമൂലം മാറ്റാൻ പര്യാപ്തമായി തീർന്നു എന്ന് വേണം വിചാരിക്കാൻ. അന്ത്രയോസും ശെമയോനും അതിനെപ്പറ്റി വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. യേശുവിന്റെ കൂടെ ഒരു ദിവസമെങ്കിലും താമസിക്കാൻ ഉള്ള ആഗ്രഹം അന്ത്രയോസിന്റെ ഉള്ളിൽ പൊങ്ങി. അദ്ദേഹം എങ്ങനെയോ അതിനെ അവസരം തരപ്പെടുത്തി. അന്ത്രയോസ് യേശുവിന്റെ അടുത്ത് താമസിക്കാനിടവരുന്നു. കൂടുതൽ യേശുവിനെ മനസ്സിലാക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും ഒക്കെ ആയിരിക്കണം അത്. അതിനുശേഷം വളരെയേറെ മതിപ്പോടും ആദരവോടും കൂടിയാണ് അന്ത്രയോസ് കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്നത്. യേശുവായിട്ടുള്ള സഹവാസത്തിന്റെ അനുഭവം കുടുംബാംഗങ്ങളുമായിട്ട് അന്ത്രയോസ് പങ്കുവെക്കുന്നു. അനുജനോടായിട്ട് പറയുന്നു, എടാ, വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്, നീ എന്റെ കൂടെ വരുന്നുണ്ടോ, നമുക്ക് യേശുവിന്റെ അടുത്ത് പോകാം. അങ്ങനെ അനുജനെയും കൂട്ടി ചേട്ടൻ അന്ത്രയോസ് യേശുവിനെ സമീപിക്കുകയാണ്. ഇവർ 2 പേരും സഹോദരന്മാരാണ്. അതിലുപരി 2 പേരും സുഹൃത്തുക്കളാണ് എന്ന പോലെയാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ജ്യേഷ്ഠൻ പറയുന്നതിന്റെ അപ്പുറത്ത് ഒരഭിപ്രായം അനുജനില്ല. എന്നാൽ അനുജന് യഥാർത്ഥത്തിൽ ഒരു നേതൃത്വ പാഠവുമുണ്ട്. അതുകൊണ്ടും യേശു കണ്ടെത്തിയ മറ്റു പല കാരണത്താലും ആയിരിക്കണം അനുജനെ ശിഷ്യന്മാരുടെ നേതാവായിട്ട് യേശു അവരോധിക്കുന്നത്. ജ്യേഷ്ഠനായ അന്ത്രയോസിനെ പുറകെ നിന്ന് രംഗത്ത് വരാതെ എല്ലാം അടുപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രകൃതി, സഹായിക്കുന്ന ഒരു പ്രകൃതി, പശ്ചാത്തലത്തിൽ നിന്ന് കാര്യങ്ങൾ നീക്കാൻ ഉള്ളൊരു പ്രത്യേക സിദ്ധിയാണ് അന്ത്രയോസിനുള്ളത്. ഇത് പരക്കെ അറിയപ്പെടുന്ന ഒരു സ്വഭാവ പ്രകൃതി ആയിരിക്കണം അന്ത്രയോസിന്റേത്. കാരണം ആ നാട്ടുകാരൻ തന്നെയായ പീലിപ്പോസ്, ഒരിക്കൽ പീലിപ്പോസിനുണ്ടായ ഒരു അനുഭവം, ഗ്രീസിൽ നിന്ന് വന്നെത്തിയ ഒരു സംഘം ആളുകൾ യേശുവിനെ ഒന്ന് കാണുന്നതിന് വേണ്ടി സൗകര്യപ്പെടുത്താൻ വേണ്ടി പീലിപ്പോസിന്റെ അടുത്ത് ചെന്ന് പറയുന്നു. പീലിപ്പോസ് ഉടനെ തന്നെ അന്ത്രയോസിന്റെ അടുത്താണ് പോകുന്നത്. അന്ത്രയോസിന്റെ ഈ വൈഭവം നന്നായിട്ട് നാട്ടുകാരനായ പീലിപ്പോസ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലും കൂടി ആയിരിക്കണം അങ്ങനെ അന്ത്രയോസിനെ സമീപിച്ചത്. അങ്ങനെ പീലിപ്പോസ് അന്ത്രയോസിന്റെ അടുത്ത് എന്ന് കാര്യം ഉണർത്തിച്ചോടുകൂടി വളരെ സുന്ദരമായ രീതിയിൽ, കലാത്മകമായ രീതിയിൽ തന്നെ അന്ത്രയോസ് കാര്യം നടത്തിക്കൊടുത്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അന്ത്രയോസിന് മറ്റൊരു കഴിവും കൂടി ഉള്ളതായിട്ട് നമുക്ക് കാണാം. വേണ്ട കാര്യങ്ങള് ചെയ്യേണ്ട സമയത്ത്, ആവശ്യമായിരിക്കുന്ന സമയത്ത് ചടുലമായ രീതിയിൽ തന്നെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവും അന്ത്രയോസിന് സ്വതസിദ്ധമാണ് എന്ന് വേണം വിചാരിക്കാൻ. മറ്റൊരവസരത്തിൽ യേശു വലിയൊരു ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് യേശു നീങ്ങി. അവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ എന്താ നിവൃത്തി എന്നുള്ള രീതിയിൽ യേശു ശിഷ്യന്മാരോടായിട്ട് ആരായിരുന്നു. യേശു ഉദ്ദേശിച്ചുറപ്പിച്ചിട്ടുണ്ടാകണം എന്താണ് താൻ ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷെ ശിഷ്യന്മാരെയും കൂടി പരീക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാകണം ഈ ഒരു വിഷയം ശിഷ്യന്മാർക്കായിട്ട് വിട്ടുകൊടുക്കുകയാണ് യേശു. ഫിലിപ്പോസ് ചടുലമായ രീതിയിൽ കാര്യങ്ങൾ നിരീക്ഷണം ചെയ്ത് അവൻ രൂപാണ പൈസയൊക്കെ
നിജപ്പെടുത്തി ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ രൂപ എത്ര വേണ്ടിവരും, ആ രൂപ കിട്ടണമെന്ന് വരികിൽ യൂദാസിനോട് ചോദിക്കണം. നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല, ഇവർക്കൊക്കെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയുള്ള തുകയും തങ്ങളുടെ കയ്യിൽ ഉണ്ടാകാൻ വഴിയില്ല എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലും കൂടിയായിരിക്കണം അന്ത്രയോസ് ആ രംഗം വളരെ മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. അന്ത്രയോസ് ഇതിനകം ആ സമൂഹത്തിലെ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് കടക്കുന്നു. അങ്ങനെ ഒരു ബാലന്റെ കയ്യിൽ അല്പം ഭക്ഷണമുണ്ടെന്ന് അന്ത്രയോസ് മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയ ഉടനെ തന്നെ ബാലന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങുകയല്ല അന്ത്രയോസ് ചെയ്യുന്നത്. യേശുവിനോട് രഹസ്യത്തിൽ വന്ന് പറയുന്നു, ഇങ്ങനെ ജനക്കൂട്ടത്തിൽ ഒരു ബാലന്റെ കയ്യിൽ അല്പം ഭക്ഷണമുണ്ട്. അപ്പൊ അന്ത്രയോസ് പ്രതീക്ഷിച്ചു കാണണം യേശു എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യാൻ ഇടയുണ്ട് എന്ന്. അതിന്റെ ഈ അടിസ്ഥാനത്തിലും കൂടി ആയിരിക്കണം ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് ഇങ്ങനെ കുറച്ച് ഒരു ഭക്ഷണമുണ്ട് എന്ന് പറയുന്നത് ഒരു ബുദ്ധിശൂന്യതയായിട്ട് തോന്നാം. പക്ഷേ അന്ത്രയോസിന്റെ ആ പെരുമാറ്റം ബുദ്ധിശൂന്യതയായിട്ട് അല്ല തീർന്നത്. യേശു അന്ത്രയോസിന്റെ അഭിപ്രായത്തെ അംഗീകരിക്കുന്നു. അങ്ങനെ ആ ബാലനെ യേശുവിന്റെ പക്കലേക്ക് അന്ത്രയോസ് കൊണ്ടുവരുന്നു. യേശു ആ ബാലന്റെ കയ്യിൽ നിന്ന് ആ ഭക്ഷണം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനാനിരതനായി കഴിഞ്ഞുകൊണ്ട് അതിനെ വർദ്ധിപ്പിച്ച് ഒരു മഹാ അത്ഭുതം തന്നെ ചെയ്ത് ആ ജനക്കൂട്ടത്തെ തീറ്റിപ്പോറ്റുകയാണ്. ഇതാണ് അന്ത്രയോസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വളരെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് അന്ത്രയോസിനുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. വ്യക്തികളെ യേശുവിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു സിദ്ധി അന്ത്രയോസിനുണ്ട്. അന്ത്രയോസ് പിന്നീട് യേശുവിന്റെ കുരിശുമരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങളിലേക്ക് തന്റെ ക്രിസ്തു അനുഭവം പങ്കുവെക്കുന്നതിനു വേണ്ടി അയക്കപ്പെടുകയും ഉണ്ടായി. ഇന്ന് അയർലൻഡ് ജനങ്ങൾ തങ്ങളുടെ വിശ്വാസത്തിൽ തങ്ങളെ ജനിപ്പിച്ച പിതാവായിട്ട് അന്ത്രയോസിനെയാണ് കരുതുന്നത്. എങ്കിലും സെന്റ് ആൻഡ്രൂസ് ക്രിസ്ത്യൻസ് എന്ന പേരിൽ അവരറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അറിയപ്പെടുന്ന ഏക സ്ഥലം സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന രീതിയിലെ മലയാളികളായിട്ടുള്ള ക്രിസ്ത്യാനികളെ മാത്രമേ അറിയുന്നുള്ളൂ. അത് സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അന്ത്രയോസ് ജീവിതത്തിന്റെ അവസാനം കുരിശിൽ കിടന്ന് മരിക്കാനാണ് ഇടവന്നത്. കുരിശിൽ തറച്ചു കൊല്ലുകയാണ്. എക്സ് ഷേപ്പില് ഉണ്ടായിട്ടുള്ള ഒരു കുരിശിലാണ് അന്ത്രയോസിനെ തറയ്ക്കാനിടവന്നത്. ലഭ്യമായിരിക്കുന്ന അറിവനുസരിച്ച് 2 ദിവസത്തോളം ജീവനോടുകൂടി അന്ത്രയോസ് ആ കുരിശിൽ കിടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വേദന കൊണ്ട് എരിപിരി കൊള്ളുന്ന അവസരത്തിലെ അന്ത്രയോസ് അവസാനമായിട്ട് നടത്തിയ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് എന്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. യേശുവേ നാഥ, നീ കുരിശിൽ കിടന്നുകൊണ്ട് മരണം കൊണ്ട് എന്നെ നീ നേടി. ഇന്നതാ ഞാൻ കുരിശിൽ കിടക്കുന്നു. നീ എന്നെ ഈ കുരിശിൽ നിന്ന് സ്വീകരിക്കണമേ. നീ കുരിശിൽ കിടന്ന് മരിച്ച അതുപോലെയുള്ള കുരിശിൽ കിടന്നുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെയേറെ ഭാഗ്യവാനാണ്, നന്ദിയുള്ളവനാണ്. അതുകൊണ്ട് എന്റെ വേദന ഒരു തരത്തിലും കുറയ്ക്കരുത് എന്ന അപേക്ഷയോടുകൂടെ ആ ശിഷ്യൻ പെട്ടഞ്ഞ് മരിക്കുകയാണ് ഉണ്ടാകുന്നത്. നോക്കണേ അവരുടെയൊക്കെ വിശ്വാസത്തിന്റെ ആഴങ്ങള്. ഈ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നാണ് ക്രൈസ്തവ സഭ ഉടലെടുത്തത് എന്നുള്ളത് നാം മറക്കരുത്. നമ്മുടേതായിട്ടുള്ള ജീവിതത്തിലും വിശ്വാസത്തിന്റെ തനിമ കാത്തു സൂക്ഷിക്കണം. ആ വിശ്വാസത്തിന്റെ തനിമ എന്ന് പറയുമ്പോൾ വേണ്ടി വന്നാൽ പലതും ത്യജിക്കാനും സഹിക്കാനും ഉള്ള സന്നദ്ധതയാണ് ആ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള തനിമയായിട്ട് തീരേണ്ടത് എന്ന യാഥാർത്ഥ്യം നമുക്ക് ഗ്രഹിക്കാം. അന്ത്രയോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു.